പ്രതാപ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ? അറിയാമേ. നാളെ ചിങ്ങമാസത്തിലെ അശ്വതി, അദ്ദേഹത്തിന്റെ പിറന്നാളാ. അറിയാമേ, ഞാൻ ഓർക്കാറുണ്ട്. എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, വഴിപാടിന് കൊടുക്കാറുമുണ്ട്. മഹാദേവവർമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സാകുമെന്ന് പ്രതാപന് പറയാമോ? മഹാദേവവർമ്മ സാർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോ... മഹാദേവവർമ്മ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ 100 വയസ്സ്, ജന്മശതാബ്ദി. അതേമേ. ഞാൻ കൽക്കട്ടയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം തറവാട്ടിൽ അത്ര ഗംഭീരായിട്ട് നടന്നിട്ടില്ല. എന്നാ നാളെ എന്നത്തേക്കാളും ഗംഭീരമായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം നമുക്കിവിടെ നടത്തണം. വളരെ ഭംഗിയായി, ചിട്ടയോടെ. അതിനിപ്പോ എന്താമേ? നാളെ പ്രതാപൻ എല്ലാ തിരക്കുകളൊന്നും മാറ്റിവെക്കണം. പിന്നെന്താ, ഞാൻ മാറ്റിവെക്കാമേ. അവരെല്ലാരെയും കൂട്ടി നാളെ രാവിലെ തന്നെ പ്രതാപൻ ഇവിടെ എത്തണം. അദ്ദേഹത്തിന്റെ 100ാം പിറന്നാളിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടണം. വരുമല്ലോ? അതെന്ത് ചോദ്യമേ. ഞാൻ ചേച്ചിയും ശേഖരനെയും യാമിനെയും ഒക്കെ കൂട്ടി രാവിലെ തന്നെ എത്തിയേക്കാം. ശരി പ്രതാപ. ശരി. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ, നാളെ മരിച്ചുപോയ എന്റെ ഫാദറിലൂടെ 100ാം പിറന്നാൾ ദിവസമാണ്. എന്നെ ഞാനാക്കിയ ഒരു വലിയ മനുഷ്യനാണ് മഹാദേവവർമ്മ സാർ. പഴയ ജനകീയ നേതാവ്. നാളെ പിറന്നാൾ ആഘോഷത്തിന് നമുക്ക് എല്ലാവർക്കും പോണം. തയ്യാറായിക്കൊള്ളൂ. ഞാൻ വരണോ പ്രതാപ? പിന്നെ ചേച്ചി വരണ്ടേ? എല്ലാവരും കൂടെ ചെല്ലണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞതാ. പോയേ പറ്റൂ. രാജാത്തി, കൊച്ചു തമ്പുരാട്ടി, വലിയ തമ്പുരാട്ടി അങ്ങനെയൊന്നും വിളിക്കണ്ട. ഋതിക, ഋതുമോളെന്ന് വിളിച്ചാ മതി. എന്തിനെ കാണുന്നു പറഞ്ഞ്? രാവിലെ ഞാൻ മോളെ കണ്ടപ്പോ മോളുടെ കാലില് മിഞ്ചി കണ്ടില്ല. കല്യാണം കഴിഞ്ഞ കുട്ടികള് മിഞ്ചി കാലിലിടണം. ഇത് മലദൈവങ്ങളുടെ മുന്നില് ഞാൻ പൂജിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന മിഞ്ചിയ. ഇത് മോള് കാലിലിടണം. എന്റെ കല്യാണമൊക്കെ നടത്തി തന്നത് ഇവിടുത്തെ വലിയ തമ്പുരാനാ. ഇതെന്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാ മതി. എന്നാ രാജാത്തി തന്നെ കുട്ടിയുടെ കാലിലിട്ട് കൊടുക്ക്. അയ്യോ, അത് പാടില്ല. താലി കെട്ടിയ ആള് തന്നെ കാലിലിട്ട് കൊടുക്കണം. എന്നാ രാജു ഇട്ട് കൊടുക്ക്. ഹലോ, ഞാനില്ല. അങ്ങനെ പറയരുത്. ഇത് ഇവിടുത്തെ ഒരു ചടങ്ങാ. ഇടിച്ചേ പറ്റൂ. ആ ചടങ്ങ് നടക്കട്ടെ രാജു. രാജു